പാകിസ്ഥാൻ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഭയം എന്ന് പറഞ്ഞില്ല, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ട് തന്നെയാണ് പാകിസ്ഥാൻ ഈ ദുഷ്ട പ്രവർത്തിക്ക് വേണ്ടി തയ്യാറായത്. പാകിസ്ഥാൻ എക്കാലത്തും അങ്ങനെയാണ്, ഒരു ചുണ്ടങ്ങാൻ കൊടുത്ത് വഴുതനങ്ങാൻ മേടിക്കും. ഇപ്പോൾ ഏതായാലും പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളിലെ ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചു. ഇന്ത്യ അതിർത്തിയിലേക്ക് ആക്രമണമോ എന്തെങ്കിലും അറ്റാക്കോ നടത്തുമെന്നുള്ള ഭയം പാകിസ്ഥാനുണ്ട്. എല്ലാവരും മാറിക്കൊള്ളാൻ പറഞ്ഞു. അതുകൂടാതെ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ ഒരു വിമാന വ്യൂഹത്തെ എത്തിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. ശരിയാണോ? അങ്ങനെ ഫ്ലൈറ്റ് റഡാർ 24 നിന്നുള്ള ഡാറ്റ ആളുകൾ പങ്കുവെക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതായത് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ ഈ തെക്കൻ എയർ കമാൻഡിൽ നിന്ന്, കറാച്ചിയിലെ തെക്കൻ എയർ കമാൻഡിൽ നിന്ന് ഈ വടക്ക് ഭാഗങ്ങളിലേക്ക്, അതായത് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് എളുപ്പം എത്താൻ പറ്റത്തക്ക വിധത്തിൽ വടക്കോട്ട് മാറ്റുന്നു. വടക്കോട്ട് മാറ്റുന്നു എന്ന് പറയുമ്പോൾ ലഹോർ, റാവൽപിണ്ടി ആ വ്യോമത്താവളങ്ങളിലേക്ക് തെക്ക് നിന്നുള്ള വിമാനങ്ങൾ മാറ്റുന്നു എന്നാണ് ഫ്ലൈറ്റ് ഡാറ്റ കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യക്കടുത്ത താവളങ്ങളാണ് ലഹോറും റാവൽപിണ്ടിയും. റാവൽപിണ്ടിയിലാണ് പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ നൂർ ഖാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ വ്യോമത്താവളം. അപ്പോൾ മാറ്റിയിരിക്കുന്ന വിമാനങ്ങളെപ്പറ്റി 2 വിമാനങ്ങളുടെ വിവരം വന്നിട്ടുണ്ട്. PAF 198 എന്ന് പറഞ്ഞ വിമാനം, ലോക്ഹീഡ് C-130E, അത് ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനമാണ്. 2 PAF 101 ചെറുത് എംബ്രയർ വിമാനം, 100 ജെറ്റ് എന്ന് പറയുന്ന വിമാനം. VIP ടാർഗറ്റ്, VIP ട്രാൻസ്പോർട്ട് പിന്നെ ഇന്റലിജൻസ് ഓപ്പറേഷൻസ്, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വിമാനമാണ്. ഈ 2 വിമാനങ്ങൾ മാറ്റിയതായിട്ട് ഡാറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം നമ്മൾ ബാലക്കോട്ട് ജയ്ഷെ ക്യാമ്പുകൾ ആക്രമിച്ചിരുന്നല്ലോ. അപ്പോൾ ആ ഭയം ഉള്ളിൽ പാകിസ്ഥാനിൽ കയറിയിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാൻ എപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഏതെങ്കിലും ഒരു VIP വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്രമണം, മോദിയുടെ സത്യപ്രതിജ്ഞയ്ക്കും ഒക്കെ അവിടെ റീസിയിലെ യാത്രികരെ ആക്രമിച്ചിരുന്നു. JD വാൻസ് ഇന്ത്യ സന്ദർശനം നടത്തുമ്പോഴാണ് ഈ ആക്രമണം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ആക്രമണത്തെ തുടർന്ന് JD വാൻസോ അമേരിക്കയോ എന്തെങ്കിലും അസന്തുഷ്ടി പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പതിവ് പോലെ ഇന്നലെ അക്ഷർധാമിൽ പോയി, ക്ഷേത്രത്തിൽ പോയി തൊഴുതു. ഇന്നിപ്പോൾ ആഗ്ര സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം അതേപോലെ നടക്കുന്നു. ഈ കാശ്മീർ സ്ഫോടനമൊന്നും തീവ്രവാദി ആക്രമണമൊന്നും തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന തരത്തിൽ പോവാണ്. ഒരു മറ്റേ പ്രസ്താവന ഇറക്കിയിരുന്നു, സുന്ദരമായ രാജ്യവും സുന്ദരമായ മനുഷ്യരുമാണ്, ഇങ്ങനെ ഒന്ന് നടന്നത് വൃത്തികേടായി പോയി എന്ന് പറയുന്നു. അതെ അതെ. പക്ഷെ അല്ല, അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശം നേരത്തെ 2000 ബിൽ ക്ലിന്റൺ വന്നപ്പോൾ ഇതുപോലത്തെ കാശ്മീരിൽ ഒരു ആക്രമണം നടത്തിയിരുന്നു. 2000 മാർച്ച് 20 രാത്രി. അത് 36 സിഖ് ഗ്രാമീണരെ ചിറ്റി സിംഗ് പുറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അനന്തനാഗ് ഇതേ ജില്ലയാ, സിഖുകാരെ കൊന്നിരുന്നു. 36 പേരെ കൊന്നിരുന്നു. ഹിന്ദുക്കളെ ആണെങ്കിൽ അന്ന് സിഖുകാരെ തെരഞ്ഞെടുത്ത് ടർബൻ ഉള്ളവരെ നോക്കി കൊല്ലുകയായിരുന്നു. അതെ. ക്ലിന്റന്റെ സന്ദർശനം മാർച്ച് 21 മുതൽ 25 വരെ. ഇത് 20-ാം തീയതി, തൊട്ടു മുമ്പ് 5 ദിവസം മുമ്പ്. അപ്പോൾ വാജ്പേയി എന്ന് ക്ലിന്റനോട് പാകിസ്ഥാന്റെ ഈ വക ഡിസൈൻസിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം ജയ്പൂരിലും ആഗ്രയിലും പോയി. ക്ലിന്റൺ ഇതുപോലെ സന്ദർശനത്തിന് പോയി. പക്ഷെ വിദേശകാര്യ സെക്രട്ടറി മാഡ്ലിൻ ഓൾബ്രൈറ്റ്, ഡെപ്യൂട്ടി സെക്രട്ടറി സ്ട്രോപ്പ് താൽബോട്ട് അവർ ഡൽഹിയിൽ തന്നെ ഇരുന്ന് ചർച്ചകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നു. അത് 2 വർഷം കഴിഞ്ഞ് അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ സൗത്ത് ഏഷ്യ ക്രിസ്റ്റീന ബി റോക്ക വരുമ്പോൾ മെയ് 14, 2022 മെയ് 14 വീണ്ടും ഭീകരാക്രമണം. വേറൊരു അമേരിക്കൻ വിശിഷ്ടാതിഥി ഇവിടെ വരുമ്പോഴും ആക്രമണം നടന്നു. അത് ഈ പറഞ്ഞ പോലെ നിയന്ത്രണ രേഖയ്ക്കടുത്ത് കാലുചക്കിലായിരുന്നു ആക്രമണം. 3 ഭീകരർ ഹിമാചൽ ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞു, മണാലിയിൽ നിന്ന് കശ്മീരിലേക്ക് പോകുന്നത്. 7 പേര് കൊല്ലപ്പെട്ടു വന്ന്. അത് കഴിഞ്ഞ് ആ ഭീകരര് ആർമി
ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്, അതായത് ആർമിയുടെ ഈ ആളുകൾ പട്ടാളക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് ഇരച്ചു കയറിയിട്ട് 23 പേരെ കൊലപ്പെടുത്തിയിരുന്നു. സ്ത്രീകളും കുട്ടികളും കുറച്ച് പട്ടാളക്കാരും താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് കൊന്നത്. 10 കുട്ടികൾ, 8 സ്ത്രീകൾ, 5 പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനേക്കാൾ വലിയ ആക്രമണമാണത്. ആളുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ 4 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ളവർ 34 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. എന്നിട്ടാണ് ഇപ്പോഴാണെങ്കിൽ മതപരമായിട്ടാണ് ഇത് തിരിച്ചുവിടുന്നത്. അസിം മുനീർ കഴിഞ്ഞ ദിവസം അങ്ങനെ പ്രസ്താവന ഇറക്കിയിരുന്നല്ലോ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 സംസ്കാരമുള്ള. അതെ അതെ, ഒന്നിച്ച് അത് ഡയറക്റ്റ് ആക്ഷന്റെ കാലത്തും ജിന്ന പറഞ്ഞ അതേ കാര്യം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, അവർ 2 രാജ്യങ്ങൾ തന്നെയാണ്. ദുരാഷ്ട്രവാദം. ആ ദുരാഷ്ട്രവാദത്തിനെ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഓവർസീസ് പാകിസ്ഥാൻ കൗൺസിൽ പ്രസംഗത്തിലാണ് മുനീർ ഇത് പറഞ്ഞിരുന്നത്. ഞങ്ങളിത് മറക്കില്ല, പൂർവ്വ പിതാക്കൾ ചെയ്ത ത്യാഗങ്ങൾ മറക്കില്ല, ഈ യുവാക്കളുടെ ധീര പോരാട്ടത്തിൽ കശ്മീർ സഹോദരങ്ങൾക്കൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞ് 6 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇത് നടക്കുന്നത്. അപ്പം മുനീറിന് അതിനെപ്പറ്റി വിവരം ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. കൃത്യമായും ഇത് സഡൻ പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സേനാ മേധാവിയുടെ പ്രസംഗം, അതിനുശേഷം അവിടുത്തെ തീവ്രവാദി സംഘടനകൾ അത് ആവർത്തിച്ചിട്ട് നടത്തിയിട്ടുള്ള ജിഹാദ് തുടരുമെന്നുള്ള, ഇപ്പോൾ ഏപ്രിൽ 18-ന് വെച്ചാൽ ഈ 5 ദിവസം മുമ്പ് നടത്തിയിട്ടുള്ള പ്രസംഗം, ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിൻ്റെ ഒത്താശയോടെയും അറിവോടും സഹായത്തോടും കൂടിയിട്ടാണ് ഈ ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാണ്. ഏതായാലും അവർക്ക് ഇന്ത്യ അങ്ങനെ സമാധാനപരമായി ഒരു 370 ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഈ 2.9 മില്യൺ സന്ദർശകരാണ് കാശ്മീരിലേക്ക് വന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് മതം കലർത്തി എന്ന് പറയുമ്പോൾ ഈ പഹൽഗാമാണ് അമർനാഥ് യാത്രയുടെ പ്രവേശന കവാടം. അപ്പോൾ ജൂലൈയിൽ ആരംഭിക്കാനിരിക്കുകയാണ് അമർനാഥ് യാത്ര. അതെ. അപ്പോൾ നമുക്ക് 2 തരത്തിലും ടൂറിസ്റ്റുകൾ എന്നുള്ള നിലയ്ക്കും ഈ മതപരമായ ചടങ്ങുകൾ എന്നുള്ള നിലയ്ക്കും 2 തരത്തിൽ ആക്രമിക്കാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പഹൽഗാമിലെ ആക്രമണം അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് ഒരുപാട് കാലമായി ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാവാറില്ലായിരുന്നു. ഒറ്റപ്പെട്ട തോതിൽ ഏതെങ്കിലും ഭീകരർ ഒളിച്ചിരുന്ന് ആരെങ്കിലും വെടിവെച്ച് കൊല്ലുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെയുള്ളത് ഈ ഭീകരവാദികളെ, അതിർത്തി കടന്നു വരുന്ന ഭീകരവാദികളെ നമ്മുടെ സൈന്യം തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി വെടിവെച്ച് കൊല്ലുന്നത്. 2 വർഷത്തിനിടയിൽ 144 ടെററിസ്റ്റുകളെയാണ് ഇന്ത്യൻ ആർമി വെടിവെച്ച് കൊന്നത്. ഈ കഴിഞ്ഞ മാസം തന്നെ 10ഓളം പേരെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ന്യൂട്രലൈസ് ചെയ്യുകയെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ പ്രവൃത്തികളൊക്കെ ചെയ്ത് സുരക്ഷാ സേനയുടെ നിതാന്ത ജാഗ്രത കൊണ്ടാണ് ഇതുവരെ നമുക്ക് ചെറുക്കാൻ പറ്റിയത്. ഇപ്പോൾ ഈ സത്യത്തിൽ ഒരു ഭീകരാക്രമണം നടന്നു, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറ്റം പറയാം, സുരക്ഷാ സേന എന്ത് ചെയ്യും? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ടൂറിസ്റ്റുകളുടെ ഒരു സ്ഥലം. അതെ അതെ. ഈ മറ്റ് സ്ഥലങ്ങളിലെ സുരക്ഷ പോലെ അവിടെ അതൊരുക്കില്ല എന്ന സുരക്ഷ ഉണ്ടാവില്ല. ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആക്രമണം. അതെ, ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ലിബറലായിട്ട് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഈ മേഖലയിൽ ഇതിനു മുമ്പ് ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല. മുമ്പൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ മേഖല. അവിടെ മോട്ടോറുകളായിട്ടുള്ള റോഡൊന്നുമില്ല. കുതിരപ്പുറത്താണ് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. വെടിയേറ്റ് വീണ ആളുകളെയൊക്കെ ജഡങ്ങളും പരിക്കേറ്റവരൊക്കെ കുതിരപ്പുറത്ത് കയറ്റിയാണ് പുറത്തേക്ക് പഹൽഗാമിലേക്ക് എത്തിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇപ്പം ചിലരൊക്കെ ഇൻ്റലിജൻസ് എന്ത് ചെയ്യുമായിരുന്നു, നമ്മുടെ സൈന്യം എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരിടത്തൊരു ഫെയിലിയർ ഉണ്ടായപ്പോൾ അത് പർവ്വതീകരിക്കുക. ഇതുവരെ 144 ഭീകരരെ കൊലപ്പെടുത്തി സൈന്യം എന്ന് പറയുമ്പോൾ ഈ 144 പേരും നമ്മുടെ ആളുകളെ കൊല്ലാനും ആക്രമിക്കാനുമായിട്ട് വന്നവരാണ്. അതൊക്കെ ഫലപ്രദമായി തടയാനും ചെറുക്കാനും നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞതാണ്. ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട് തന്നെ 2019 മുതൽ പല ആക്രമണങ്ങളും നടത്തുന്നുണ്ട്. 2023 നമ്മൾ ഭീകര സംഘടനയായിട്ട് അതിനെ പ്രഖ്യാപിച്ചതുമാണ്. ലഷ്കറിന്റെ ഒരു ദളമാണത്. അതെ. രാജ്യസഭയിലെ ഒരു കണക്കിൽ തന്നെ 54 പേര്, 54 TRFന്റെ ആളുകളെ ഏറ്റുമുട്ടലിൽ കൊന്നിട്ടുണ്ട് എന്ന് നിത്യാനന്ദ റായ് ആഭ്യന്തര സഹമന്ത്രി പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ദേശസ്നേഹികളായ ആളുകൾക്കെല്ലാം വിഷമമുണ്ട്.
പക്ഷേ ചില ആളുകൾ സന്തോഷിക്കുന്നവരുണ്ട്, ചിലരൊക്കെ പറയുന്നുണ്ട് ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ മലയാളികൾ പോസ്റ്റ് ഇട്ട് തുടങ്ങി. മലയാളികളുടെ പോസ്റ്റുകൾ കഷ്ടമാണ്. അതാണ് എന്തോ മറയ്ക്കാനുണ്ട്. ഇത് നടത്തിയത് മുഴുവൻ BJP മോദിയും കൂടി നടത്തിയതാണ് ഈ ആക്രമണം എന്ന് പറഞ്ഞ് ചില മലയാളികൾ പോസ്റ്റ് ഇട്ട് വന്നു തുടങ്ങി. ധാരാളം മറ്റേ മലയാളികളുടെ സത്യത്തിൽ ഇത്തരമുള്ള ആളുകൾക്കെതിരെ നടപടി വേണ്ടതാണ്, രാജ്യദ്രോഹത്തിന് കേസെടുക്കേണ്ടതാണ്. അങ്ങനെ കേസെടുക്കേണ്ട ധാരാളം ആളുകൾ ഈ കേരളത്തിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.